ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. 2025 ഈ ഒരു സൂര്യോദയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ എടപ്പറമ്പിൽ ഫാംസ് എന്ന ആ ഒരു ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതും പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ മാത്രം കേട്ടോ. അവിടെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ പതിവ് പോലെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചായ കുടിച്ച് തീർത്തോട്ടാ. പിന്നെ ഞാൻ ഇന്ന് ഓടിയൊന്നുമില്ല. കാരണം വെച്ചാൽ ഇന്നലെ കുറച്ച് ആഘോഷം കുറച്ച് കൂടുതൽ സമയമായിപ്പോയി. വെളുപ്പിന് ഒരു മണി വരെയൊക്കെ ഇവിടെ അടുത്ത് പുതുവത്സര ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇതായിരുന്നു. ഇത് ഇരുട്ടിന് ഭയമുള്ള ഒരാളായിരുന്നു ഞാൻ. പ്രത്യേകിച്ച് കുട്ടിയായിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ സമയത്ത് ഞാൻ കണ്ണ് തുറക്കൂല. കാരണം ഇരുട്ടിൻ്റെ ആ ഒരു ഭയങ്കര ഭയമാണ്. തൊട്ടടുത്ത് അപ്പനും അമ്മയൊക്കെ ഉണ്ടാകും, പക്ഷെ എന്നാലും നമുക്കൊരു ഭയമാണ്. എനിക്ക് അന്നൊരു 8, 9, 10 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. അപ്പോൾ ഈ ഒരു ഭയത്തെ ഞാൻ എങ്ങനെയാണ് അന്ന് മറികടന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ആ പോസ്റ്റിൽ ഞാൻ അത് എഴുതിയിരിക്കുന്നത്. എനിക്ക് പിന്നെ 10 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. 10 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വീടിൻ്റെ അടുത്തുള്ള കടയിൽ പോയിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഉത്തരവാദിത്തം അത് അപ്പനും അമ്മയും പതിയെ നമ്മളെ ഏൽപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഉത്തരവാദിത്തത്തിൽ പകലെനിക്ക് ഇങ്ങനെ കടയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തെങ്കിലും ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പൈസയ്ക്ക് നമുക്ക് മിഠായി വാങ്ങിക്കാം, അതിനുള്ള പെർമിഷനുണ്ട്. അങ്ങനെ മിഠായി വാങ്ങാലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാൻ കടയിൽ പോകുന്നു. പക്ഷേ വൈകിട്ടൊരു 7 മണിക്ക് ശേഷം, അന്നൊക്കെ ഇത്ര സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, 7 മണിക്ക് ശേഷം വീടിനോട് ചേർന്നാണെങ്കിലും ഒരു 500 മീറ്റർ അപ്പുറമാണ് ഈ കട. ഈ ഒരു കടയിലോട്ട് പോകാൻ എനിക്ക് ഭയമായിരുന്നു. കാരണം അന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഒരു 6:30 ആകുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കും. 7 മണിയാകുമ്പോഴേക്കും അത്യാവശ്യം ഇരുട്ട് വീണു തുടങ്ങും. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ഭയമായിരുന്നു. ഇരുട്ടിനെ പേടിയുള്ളതുകൊണ്ടായിരുന്നു ഇങ്ങനൊരു പ്രശ്നം. അപ്പോൾ ഞാൻ അന്ന് ചെയ്തിരുന്നത്, ഒരു വെട്ടമുള്ള സ്ഥലത്ത് നിന്ന്, അതായത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെട്ടം ഉണ്ടാവുമല്ലോ, അടുത്ത വെട്ടമുള്ള സ്ഥലം വരെ കണ്ണടച്ച് ഓടുമായിരുന്നു. അത്രയ്ക്ക് ഭയമായിരുന്നു എനിക്കിതിന്. അങ്ങനെ പോയിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ എനിക്കൊരു 13 വയസ്സുള്ളപ്പോൾ ഞാൻ ഈ ഇരുട്ടിനോടുള്ള എൻ്റെ ഭയം ഞാൻ ഇല്ലാതാക്കി. അത് ഞാൻ തന്നെ ഇല്ലാണ്ടാക്കിയത്. അതെങ്ങനെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ദിവസം അതാരാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ലെന്നും, ഒരു സെൻറ്റൻസ് ഞാൻ കേട്ടു, ആരോ ഒരാൾ പറയുന്നത്. അതെങ്ങനെയാണ് ഞാൻ കേട്ടതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. നിങ്ങൾ സൂര്യൻ്റെ വെട്ടത്തിൽ കാണുന്നത് മാത്രമേ രാത്രിയിലും ഉള്ളൂ. അതായത് നമ്മുടെ ഇപ്പോൾ ഈ സൂര്യൻ്റെ വെട്ടത്തിൽ നമ്മുടെ ഈ ചുറ്റുപാടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ ആ സാധനങ്ങൾ മാത്രമേ ഇരുട്ടിലും ഉള്ളൂ. നമ്മുടെ ബാക്കിയെല്ലാം നമ്മുടെ ഇമാജിനേഷനാണ്. അതായത് പ്രേതമുണ്ട്, അല്ലെങ്കിൽ അതുണ്ട്, ഇതുണ്ട്, അങ്ങനെ ഒരുപാട് ഇമാജിനേഷനാണ്. അത് മനസ്സിൻ്റെ ഒരു കളി മാത്രമാണ്, ഒരു ട്രിക്ക് മാത്രമാണ്. പക്ഷേ നമുക്കത് വിശ്വസിക്കാനാണ് ബുദ്ധിമുട്ട്. അതായത് രാത്രിയിൽ അവിടെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് ആരാണ് പറഞ്ഞതെന്നറിയില്ല. പക്ഷെ ആ ഒരു സെൻറ്റൻസ് എൻ്റെ മനസ്സിലൊരു ചേഞ്ച് കൊണ്ടുവന്നു. കാരണം ഉള്ള കാര്യമാണല്ലോ, പകൽ വെട്ടത്തിൽ എന്തുണ്ടോ അത് മാത്രമേ ഇരുട്ടിലുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായത്. അതായത് എൻ്റെ വീടിനടുത്ത് തന്നെ ആയിട്ടാണ് ദേശം തോടുള്ളത്. അവിടെ പണ്ടൊക്കെ ഒരുപാട് മീനുണ്ടായിരുന്നു. ചെറിയ ചെറിയ മീനുകളും വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മീനില്ല കേട്ടോ. ഇപ്പോൾ തോടൊക്കെ മലിനീകരണമായിപ്പെട്ടല്ലോ. അപ്പോൾ എന്താ പറയുക, അന്ന് പകൽ ഞാൻ ചൂണ്ടിടാൻ പോകാറുന്നു. എന്നാൽ പിന്നീടത് സന്ധ്യയായി, രാത്രിയായി, 8 മണി 9 മണിക്കൊക്കെ അതിനെ വെട്ട് വയ്ക്കാമെന്ന് പറയും. ഇങ്ങനെ വലിയൊരു ഇര കോർത്ത് ഇട്ടിട്ട് നമ്മൾ പോരും. പിറ്റേ ദിവസം വെളുപ്പിന് പോയിട്ട് എടുക്കും. അതിനാണ് പരിപാടി. അപ്പോൾ അങ്ങനെ പോകാൻ എനിക്ക് ഭയമായിരുന്നു പണ്ട്. പക്ഷേ ഞാൻ പോകെ അതായത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, ഞാൻ ഈ ഒരു സംഭവം കേട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ രാത്രി ഞാൻ പുറത്തിറങ്ങി തുടങ്ങി. ആ രാത്രിയുടെ ഭയത്തെ ഞാൻ തന്നെ ഇല്ലാതാക്കി. കാരണം ഈ ഭയം വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എന്തോ ആ ഒരു സെൻറ്റൻസ് ഇങ്ങനെ വരും. അതായത് ഞാൻ പകൽ ഇവിടെ കണ്ടിട്ടുള്ള സാധനങ്ങൾ മാത്രമേ രാത്രിയും ഇവിടെയുള്ളൂ. ആ ഒരു സെൻറ്റൻസ് അത് എന്നെ എന്താ പറയുക, വല്ലാതെ പവർഫുള്ളാക്കി മാറ്റി. സത്യത്തിൽ രാത്രിയെ ഞാൻ കീഴടക്കാറും ചെയ്ത്. നമുക്ക് രാത്രിയും കണ്ണ് കാണാൻ സാധിക്കും. അത് നമ്മുടെ റെറ്റിന കുറച്ചും കൂടി ഒന്ന് വികസിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതി. പക്ഷേ
നമ്മൾ രാത്രിയിൽ കണ്ണ് തുറന്ന് പിടിച്ചാലാണ് രാത്രിയുടെ വെട്ടം, അതായത് നമ്മുടെ പ്രകൃതിക്കൊരു വെട്ടമുണ്ട്. ഏത് പാതിരാത്രിക്കാണെങ്കിലും പ്രകൃതിക്കൊരു ചെറിയൊരു വെട്ടമുണ്ട്, നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വെട്ടം അല്ലെങ്കിൽ ആ ഒരു കാഴ്ച ഞാൻ കണ്ണ് തുറന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്, രാത്രിയും എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ രാത്രിയിൽ എന്താ പറയുക, പകലുള്ള സാധനങ്ങൾ മാത്രമേ രാത്രിയിലുള്ളൂ. നമ്മൾ ഭയക്കുന്നത് പോലെ പ്രേതമോ പിശാചോ അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങളൊന്നുമില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലായത്. എന്നാൽ പിന്നെയും മറ്റൊരു ഭയം ഉണ്ടായിരുന്നു, പ്രേതത്തിൻ്റെ പേടി. കാരണം വേറൊന്നും കൊണ്ടല്ല, എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു 10-26 വയസ്സുള്ള ഒരു ചേച്ചി നട്ടുച്ചയ്ക്ക് എന്തോ കണ്ട്, പാടത്ത് വെച്ച് കണ്ട് ആ ചേച്ചി ഭയപ്പെട്ട് ആ ചേച്ചിക്ക് BP കയറിപ്പോയി. BP കൂടി അവർ ആദ്യം പക്ഷാഘാതം വന്നു, പാരലൈസായി, പിന്നെ ഉടനടി മരിക്കുകയും ചെയ്തു. അങ്ങനെ മരിച്ച ആ ചേച്ചീനെ ആ ഒരു തോടിനോട് ചേർന്നുള്ള പാടത്താണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ആദ്യം കത്തിക്ക് കുഴിച്ചിടും, അങ്ങനെ എന്താണ് ചെയ്തത്. അപ്പോൾ ആ ഒരു മറവ് ചെയ്ത സ്ഥലം അവിടെയുണ്ട്. അതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് ആരും നട്ടുച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രിയിൽ അവിടെ കടന്ന് ചെല്ലൂല. കാരണം ഭയമാണ്, കാരണം മേരി വന്ന് പേടിപ്പിക്കും എന്നുള്ള ഭയമുണ്ട്. അപ്പോൾ ഞാൻ ഈ രാത്രി ആ ദേശം തോട്ടിൽ ചൂണ്ടിടാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ഭയം മാറാൻ വേണ്ടിയിട്ട് ചൂണ്ട അവിടെ വെട്ടി വെച്ചിട്ട് തിരിച്ച് വരുന്നത് ഈ മേരി ചേച്ചിനെ കുഴിച്ചിട്ട ആ സ്ഥലത്തൂടെ വരും. ആദ്യമൊക്കെ ഓടുമായിരുന്നു ആ വഴി, കാരണം എങ്ങാനും മേരി പിടിച്ചാലോ. പിന്നെ പതുക്കെ നടന്നു. പിന്നെ എൻ്റെ ഭയം മാറിയപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. ആ ഗ്രേവിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നു. അപ്പോൾ മനസ്സിലായി, മരിച്ചുപോയ ഒരാളും പ്രേതമായിട്ട് വന്ന് നമ്മളെ ഉപദ്രവിക്കില്ല. അതോടെ ആ ഭയവും തീർന്നു. സത്യത്തിൽ ആ ഒരു ഭയത്തെ ഞാൻ കീഴടക്കി. അപ്പം ഞാൻ എൻ്റെ ഈ അനുഭവം ഇവിടെ പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിലൊക്കെ പലതരത്തിലുള്ള ഭയങ്ങളുണ്ടാവും. പക്ഷേ ആ ഭയത്തെ മാറ്റേണ്ടത് മറ്റൊരു ഡോക്ടറോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ അല്ല, ആരെങ്കിലും ഒന്ന് സപ്പോർട്ടായിട്ട് വരും. അന്നേരം നമ്മൾ തന്നെ നമ്മുടെ ഭയത്തെ ഉറപ്പായിട്ട് കീഴടക്കണം. അങ്ങനെ കീഴടക്കിയാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഭയം തന്നെ, അതായത് എന്ത് കാര്യം ചെയ്യാനാണോ ഭയം, ആ ഭയം നമ്മളെ വിട്ടുപോകും. കാരണം ഇതൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു കാര്യങ്ങൾ മാത്രമാണ്. എന്നെക്കൊണ്ട് സാധിക്കില്ല, ഇത് ഞാൻ ചെയ്താൽ തോറ്റുപോകും എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഇതിൻ്റെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് സിവിൽ സർവീസിൻ്റെ എക്സാം എഴുതാൻ നേരത്ത് 100 ക്വസ്റ്റ്യനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ, അന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഇതൊന്ന് അറിയാൻ വേണ്ടിയാണ് എഴുതിയത്. 100 ക്വസ്റ്റ്യൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അതിൽ ഒരെണ്ണം പോലും എനിക്കറിയില്ലായിരുന്നു. അന്ന് ഞാൻ സത്യത്തിൽ ഭയപ്പെട്ടു പോയി, ഇത് എന്നെക്കൊണ്ട് സാധിക്കുമോ. പക്ഷേ അതിൻ്റെ 3ാമത്തെ അറ്റംപ്റ്റിൽ അന്ന് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നിരിക്കുകയായിരുന്നു, കുറച്ച് 4th സ്റ്റേജ് ആയിരുന്നു. അന്നേരം ആ 3rd അറ്റംപ്റ്റിൽ ഞാൻ അതിൻ്റെ പ്രിലിംസ് കവർ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് സാധിച്ചു, എന്നെക്കൊണ്ട് അത് സാധിക്കും, ഉറപ്പായിട്ട് സാധിക്കും. എന്നെക്കൊണ്ടെന്നല്ല, ലോകത്ത് ആരെക്കൊണ്ടും സാധിക്കും. അപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം, നമ്മൾ ഭയപ്പെട്ട് മാറിയെന്നാൽ അവിടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തോൽവി ഉണ്ടാവുള്ളൂ. പക്ഷേ ഭയപ്പെടരുത്. 1 തവണ 2 തവണ 3 തവണ പിന്നെയും നമ്മുടെ ഭയം മാറുന്നത് വരെ അത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ഈ 2025 നിങ്ങൾക്ക് ഭയമുള്ളത്, നിങ്ങൾ തോറ്റുപോകുമെന്ന് വിചാരിക്കുന്ന ആ ഒരു കാര്യം തന്നെ ചെയ്യുക, അതിൽ ഉറപ്പായിട്ടും വിജയം ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.